Good morning, students. Today's class we will be discussing about the yield to call. Uh, the last class we have already discussed what is yield to maturity. What is yield to maturity? It is the return expected by an investor if the bond is held until its maturity. അതാണ് yield to maturity എന്ന് പറയുന്നത്. സോ yield to മെച്യൂരിറ്റിയും yield to കോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ yield to മെച്യൂരിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, yield to മെച്യൂരിറ്റിയിൽ നമ്മൾ എത്രയാണോ മെച്യൂരിറ്റി ഡേറ്റ്, ആ മെച്യൂരിറ്റി ഡേറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബോണ്ടിൻ്റെ വാല്യൂ നമ്മൾ റിസീവ് ചെയ്യും. ഓക്കെ, പക്ഷേ yield to കോൾ എന്ന് പറയുന്ന കേസിൽ yield to കോളിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ കോളബിൾ ബോൺസിലാണ് yield to കോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതും yield to മെച്യൂരിറ്റി പോലെ തന്നെ ബോണ്ടിൻ്റെ വാല്യൂ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ yield to കോളിൽ 15 ഇയേഴ്സിൻ്റെ ബോണ്ടാണെങ്കിൽ കമ്പനി ഇൻവെസ്റ്ററിന് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അതായത് 15 ഇയേഴ്സ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, 5 ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബോണ്ട് റിഡീം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോളബിൾ വാല്യൂ എന്ന് പറയുന്നത് 105 ആയിരിക്കും. ക്ലിയർ? 105 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന കോളബിൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 15 വർഷത്തെ ബോണ്ട് 5 വർഷം ആകുമ്പോഴത്തേക്കും നമ്മൾ കോൾ ചെയ്യും അതിൻ്റെ കോളബിൾ വാല്യൂവിൽ വെച്ചിട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ കേസ് ഓഫ് ബോണ്ട്സ് ദാറ്റ് മേ ബി റിഡീം ബിഫോർ ദ മെച്യൂരിറ്റി ഡേറ്റ്. മെച്യൂരിറ്റി ഡേറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, ബിഫോർ മെച്യൂരിറ്റി ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബോണ്ട് റിഡീം ചെയ്യും. ഓക്കെ, സെയിം ആണ് നമ്മൾ yield to മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് yield to കോള് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സിലും ഡിഫറൻസ് വരും, അതുപോലെ തന്നെ കോളബിൾ വാല്യൂവിലും ഡിഫറൻസ് വരും. ഓക്കെ, മറ്റേ yield to മെച്യൂരിറ്റിയിൽ നമുക്ക് കോളബിൾ വാല്യൂ ഇല്ല, പക്ഷേ yield to കോളിൽ എന്തുണ്ട്, കോളബിൾ വാല്യൂ ഉണ്ട്. ഓക്കെ, പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ yield to മെച്യൂരിറ്റിയിൽ എന്താ കണ്ടുപിടിക്കുന്നത്, ഒരു അപ്രോക്സിമേറ്റ് yield to മെച്യൂരിറ്റി ഫൈൻഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർപോളേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള yield to മെച്യൂരിറ്റി ഫൈൻഡ് ചെയ്യും. സെയിം തന്നെയാണ് yield to കോളിലും. ആദ്യം നമ്മളൊരു അപ്രോക്സിമേറ്റ് yield to കോൾ ഫൈൻഡ് ചെയ്യും, ദെൻ ഇൻ്റർപോളേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടൊരു എക്സാക്റ്റ് ആയിട്ടുള്ള yield to കോൾ ഫൈൻഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഫോർമുലയിലേക്ക് പോവാം. ഫോർമുല ആദ്യമേ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള yield to കോൾ കാണാനുള്ള ഫോർമുലയാണ്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് പ്ലസ് കോളബിൾ വാല്യൂ മൈനസ് മാർക്കറ്റ് പ്രൈസ്. കോളബിൾ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, മൈനസ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് അല്ല സ്പെസിഫൈ ചെയ്യുന്നത്, കോൾ ചെയ്യുന്ന ഇയർ ഏതാണ് അതാണ് അവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ 0.4 ഇൻറ്റു കോളബിൾ വാല്യൂ പ്ലസ് 0.6 ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള yield to കോൾ ഫൈൻഡ് ചെയ്യാം. ഇനി എക്സാക്റ്റ് ആയിട്ടുള്ള yield to കോൾ ഇങ്ങനെ ഫൈൻഡ് ചെയ്യും. ഇതും സെയിം ഫോർമുല തന്നെയാണ് നമ്മൾ നേരത്തെ yield to മെച്യൂരിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്ത അതേ ഫോർമുലയാണ് എന്തിലും യൂസ് ചെയ്യുന്നത്, yield to മെച്യൂരിറ്റിയിൽ യൂസ് ചെയ്ത അതേ ഫോർമുലയാണ് yield to കോളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നോക്കാം, yield to കോൾ ഈസ് ഈക്വൽ ടു lower rate plus present value at lower rate minus market price divided by present value at lower rate minus present value at higher rate into higher rate minus lower rate. ഇത് കൂടാതെ തന്നെ നമ്മൾ വേറൊരു ഫോർമുലയും കൂടി നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫോർമുല അല്ലാതെ വേറൊരു ഫോർമുലയും കൂടി, അതെന്ന് പറയുന്നത് NPV യൂസ് ചെയ്തിട്ടുള്ള ഫോർമുലയാണ്. ദാറ്റ് ഈസ് yield to മെച്യൂരിറ്റി കാണാൻ വേണ്ടി വേറൊരു ഇൻ്റർപോളേഷൻ മെത്തേഡിൽ തന്നെ വേറൊരു ഫോർമുല അവൈലബിൾ ആയിട്ടുണ്ട്. അതേ ഫോർമുല തന്നെയാണ് നമ്മൾ yield to കോളിലും അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലോവർ റേറ്റ് പ്ലസ് NPV അറ്റ് ലോവർ റേറ്റ് ഡിവൈഡഡ് ബൈ NPV അറ്റ് ലോവർ റേറ്റ് മൈനസ് NPV അറ്റ് ഹയർ റേറ്റ് ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. അതെന്ന് പറയുന്നത് NPV അറ്റ് ലോവർ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രസൻറ്റ് വാല്യൂ അറ്റ് ലോവർ റേറ്റ് മൈനസ് മാർക്കറ്റ് പ്രൈസ് തന്നെയാണ്, സെയിം ആണ്. ഡിവൈഡഡ് ബൈ NPV അറ്റ് ലോവർ റേറ്റ്. NPV അറ്റ് ലോവർ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രസൻറ്റ് വാല്യൂ അറ്റ് ലോവർ റേറ്റ് മൈനസ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, NPV അറ്റ് ഹയർ റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ അറ്റ് ഹയർ റേറ്റ് മൈനസ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.
Surya Limited has 14% debentures with face value ₹1000. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 14% ആണ് 100ൻ്റെ മുകളിൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 14 ആയിരിക്കും. ദാറ്റ് ഈസ് 100 ഇൻറ്റു 14%. പിന്നെ മെച്യൂരിറ്റി പറഞ്ഞിട്ടുണ്ട് 15 ഇയേഴ്സ് ആണ് മെച്യൂരിറ്റി. കോളബിൾ ചെയ്യുന്നത് 5 ഇയേഴ്സിൽ. 15 ഇയേഴ്സിൻ്റെ ആണെങ്കിലും എന്താണ്, കമ്പനി ഇൻവെസ്റ്ററിനോട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 5 ഇയേഴ്സിൽ അത് വേണമെങ്കിൽ കോൾ ചെയ്യാം. അതായത് മെച്യൂരിറ്റി വരെ വെയിറ്റ് ചെയ്യേണ്ട. 5 ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് റിഡീം ചെയ്യാം, ബോണ്ട് റിഡീം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 104 rupees ആയിരിക്കും. ഓക്കെ, 100 ഇയേഴ്സിൻ്റെ 100 rupees ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ 15 ഇയേഴ്സിലേക്കാണ് മെച്യൂരിറ്റി ഫിക്സ് ചെയ്തേക്കുന്നത്. പക്ഷേ ആ ഡിബഞ്ചറിന് കോളബിൾ ഓപ്ഷൻ ഉണ്ട്. 5 ഇയേഴ്സ് ആകുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റിഡീം ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 114 ആയിരിക്കും. ദാറ്റ് ഈസ് 114 ആയിരിക്കും. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 105. നമ്മളോട് പറഞ്ഞേക്കുന്നത് കാൽക്കുലേറ്റ് കറണ്ട് ഈൽഡ് ടു കോൾ. ഓക്കെ, കറണ്ട് ഈൽഡ് കാണാൻ എളുപ്പമാണ്. കറണ്ട് ഈൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് അല്ലേ? ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചു. 100ൻ്റെ 14%. 100ൻ്റെ 14% എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 105 ഇൻറ്റു 100. ഓക്കെ, സോ ഇറ്റ് കംസ് അറൗണ്ട് 13.33%. ഓക്കെ, നമ്മൾ കറണ്ട് ഈൽഡ് ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് ഈൽഡ് ടു കോൾ ആണ് ഫൈൻഡ് ചെയ്യണം. അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കിട്ടിയ വാല്യൂസൊക്കെ എന്ത് ചെയ്യുക? എടുത്തെഴുതുക. ഓക്കെ, മെച്യൂരിറ്റി ഇയേഴ്സ് എന്ന് പറയുന്നത് 15 ആണ്. ഫേസ് വാല്യൂ 100, മാർക്കറ്റ് പ്രൈസ് 105, കറണ്ട് റേറ്റ് അതായത് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് 14% ആണ്. ഇൻട്രസ്റ്റ് 14. കോളബിൾ ഇയേഴ്സ് 5 ഇയേഴ്സ് ആണ്. കോളബിൾ വാല്യൂ എന്ന് പറയുന്നത് 114 ആണെന്ന് എടുത്തെഴുതുക കേട്ടോ. എന്നിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി നമ്മൾ ഈൽഡ് ടു കോൾ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. ഈൽഡ് ടു കോൾ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എഴുതുക. ഈൽഡ് ടു കോൾ ഈസ് ഈക്വൽ ടു I പ്ലസ് കോളബിൾ വാല്യൂ മൈനസ് മാർക്കറ്റ് പ്രൈസ് divided by n whole divided by 0.4 into callable value plus 0.6 into market price into 100. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രസ്റ്റ് അറിയാം. എത്രയാണ് ഇൻട്രസ്റ്റ്? 14 പ്ലസ് കോളബിൾ വാല്യൂ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കോളബിൾ വാല്യൂ എത്രയാണ്? 114 മൈനസ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 105 ആണ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെ n എഴുതുന്നത് എപ്പോഴും കോൾ ചെയ്യുന്ന അപ്പോഴുള്ള ഇയർ ആണ്. അതായത് 5 ഇയേഴ്സ്. 5 ഇയറിൽ കോൾ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഡിവൈഡഡ് ബൈ 0.4 ഇൻറ്റു കോളബിൾ വാല്യൂ 114 പ്ലസ് 0.6 ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് 105 ഇൻറ്റു 100. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 14 പ്ലസ് 1.8 ഡിവൈഡഡ് ബൈ 45.6 പ്ലസ് 63 ഇൻറ്റു 100 ആണ്. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ 14.548 എന്നാണ്. ഇത് ചെയ്തിട്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് കിട്ടുന്നത് 14.548 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ അപ്രോക്സിമേറ്റ് എന്ന് പറയുന്നത് 14.548 ആണ്. സോ ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 14 and 15%. 14%നും 15%നും ഇടയ്ക്കാണ് നമ്മുടെ എന്തുള്ളത്? നമ്മുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ഈൽഡ് ടു കോളിൻ്റെ പെർസെൻറ്റേജ് ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? 14% ലോവർ റേറ്റിലുള്ള ഇൻട്രൻസിക് വാല്യൂ കാണണം. പിന്നെ ഹയർ റേറ്റിലുള്ള ഇൻട്രൻസിക് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർപോളേഷൻ മെത്തേഡിൻ്റെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യമേ 14% കണ്ടുപിടിക്കുകയാണ്. ഇൻട്രൻസിക് വാല്യൂ അറ്റ് 14%. ഓക്കെ, അപ്പോൾ നമ്മൾ
14%-ലുള്ള ഇൻട്രിൻസിക് വാല്യൂ ഫൈൻഡ് ചെയ്യാണ്. ദറ്റ് ഈസ് എന്താണ് റേറ്റ് ഇൻട്രസ്റ്റ് എത്രയാണ് 14 അല്ലേ 14% ഇൻറ്റു 100 ഇൻറ്റു PVFA അല്ലേ PVFA എന്താണ് കൂപ്പൺ എപ്പോഴും നമ്മൾ എല്ലാ ഇയറിലും റിസീവ് ചെയ്യുന്നുണ്ട് 5 ഇയേഴ്സിലേക്ക് 14% വെച്ചിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പോൾ 14% വെച്ച് 5 ഇയറിലേക്ക് ഓക്കെ പ്ലസ് ഇനി എന്താണ് ഇനി നമ്മൾ സാധാരണ എടുത്തുകൊണ്ടിരുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് അല്ലേ പക്ഷെ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ആണോ കോൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ല കോളബിൾ വാല്യൂ ആണ്. സോ ഇവിടെ എത്രയാണോ കോളബിൾ വാല്യൂ 114 ഇൻറ്റു PVF അതൊരിക്കൽ മാത്രമേ നമ്മൾ റിസീവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ PVF 114 എങ്ങനെ എടുത്തതെന്ന് മനസ്സിലായില്ലേ. അതായത് കോളബിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് കോളബിൾ വാല്യൂ ആണ്. അതിൻ്റെ PVF ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എപ്പോഴും അത് മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുക കേട്ടോ. ഓക്കെ അപ്പം അതും 14 ഇയേഴ്സിലേക്ക് 14% വെച്ചിട്ട് 5 ഇയേഴ്സിലേക്ക് ഫൈൻഡ് ചെയ്യുക. ഓക്കെ അപ്പോൾ നമ്മൾ നോക്കാം ഈ PVFA ഫാക്ടറും PVF ഫാക്ടറും എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ 14 ഇൻറ്റു PVFA. ഓക്കെ PVFA കാണാൻ അറിയത്തില്ലാത്തവരാണെങ്കിൽ ഒന്നും കൂടി ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ PVFAൻ്റെ ടേബിൾ എടുക്കുക ആനുവിറ്റി ടേബിൾ എടുക്കുക. സോ 14% വെച്ചിട്ട് 14% വെച്ച് നമുക്ക് 5 ഇയേഴ്സിലേക്കാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ റേറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടേക്കായിരിക്കും താഴേക്കാണ് റേറ്റ് ഇങ്ങോട്ടേക്കാണ് ഇയേഴ്സ്. ഓക്കെ സോ അപ്പോൾ നമ്മൾ 14 ഇയേഴ്സ് എടുത്തു. എത്ര ഇയേഴ്സിലേക്ക് 14 ഇയേഴ്സ് വെച്ചിട്ട് 5 ഇയേഴ്സിലേക്ക് അല്ലേ. ഈവൻ ദോ 15 ഇയേഴ്സാണ് നമ്മുടെ ബോണ്ടിൻ്റെ ഡ്യൂറേഷൻ എങ്കിലും നമ്മൾ 5 ഇയർ ആകുമ്പോഴത്തേക്കും കോൾ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക 14% വെച്ച് 5 ഇയേഴ്സിലെ വാല്യൂ കാണുക. എത്രയാണ് 3.4331 എന്നാണ് നമുക്ക് അതിൻ്റെ ഇത് കിട്ടുന്നത് PVFA ഫാക്ടർ കിട്ടുന്നത്. ഓക്കെ ഇനി നമുക്ക് PVF ഫാക്ടർ കാണണം. PVF ഫാക്ടറും സെയിം തന്നെ റേറ്റ് 14% ഇയർ 5. ഓക്കെ അപ്പോൾ 14%-ൽ 5 ഇയേഴ്സിലേക്ക് 1 2 3 4 5 എത്രയാണ് 0.5194 അല്ലേ. സോ നമുക്ക് 2 വാല്യൂസും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നോക്കാം. സോ ഒന്നും കൂടി പറയാം. അതായത് ഇൻട്രിൻസിക് വാല്യൂ ആയിട്ട് ലോവർ റേറ്റ് കാണുന്ന സമയത്ത് പെർസെൻറ്റേജ് അതായത് ലോവർ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് 14-നും 15-നും അടയ്ക്കുക. അപ്പോൾ 14% വെച്ച് കാണുന്ന സമയത്ത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് 14% ഇൻറ്റു 100 14 ഇൻറ്റു PVFA എന്ന് പറയുമ്പോൾ 14% വെച്ച് 5 ഇയേഴ്സിലേക്ക് ഫൈൻഡ് ചെയ്യുക. പ്ലസ് ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ല എടുക്കേണ്ടത് പകരം എന്താണ് എടുക്കേണ്ടത് കോളബിൾ വാല്യൂ ആണ് എടുക്കേണ്ടത്. സോ കോളബിൾ വാല്യൂ ഇൻറ്റു PVF അതും 14% വെച്ച് 5 ഇയേഴ്സിലേക്ക് ഫൈൻഡ് ചെയ്യാം. സോ നമുക്ക് അതിൻ്റെ PVF ഫാക്ടറും കണ്ടിട്ട് അതിൻ്റെ ആ ഫിഗേഴ്സ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 14 ഇൻറ്റു 3.4331 പ്ലസ് 114 ഇൻറ്റു 0.5194 അത് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് 107.276 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇൻട്രിൻസിക് വാല്യൂ ആയിട്ട് 15% ഫൈൻഡ് ചെയ്യണം. സോ നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ ആയിട്ട് 15% കണ്ടുപിടിക്കുകയാണ്. സോ ഫസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 100 ഇൻറ്റു 14% ഇൻറ്റു PVFA എന്ന് പറയുന്നത് എന്താണ് PVFA ഫാക്ടർ 15% വെച്ച് 5 ഇയേഴ്സിലേക്ക് 15% വെച്ച് 5 ഇയേഴ്സിലേക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ 15% വെച്ച് 5 ഇയറിലേക്ക്. ഓക്കെ അതുപോലെ തന്നെ PVF ഫാക്ടർ കണ്ടുപിടിക്കുക 15% വെച്ച് 5 ഇയറിലേക്ക്. സോ നമുക്ക് അങ്ങനെ നമ്മൾ ടേബിൾ നോക്കി ഫൈൻഡ് ചെയ്തിട്ടുണ്ട് ഫിഗേഴ്സ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഫൈനൽ ഫിഗർ എന്ന് പറയുന്നത് 103.61 ആണ്. ഇനി എന്താണ് നമുക്ക് കിട്ടേണ്ടത് എക്സാക്റ്റ് ആയിട്ടുള്ള yield to call കണ്ടുപിടിക്കണം. സോ എക്സാക്റ്റ് ആയിട്ടുള്ള yield to call കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്
സോ നമുക്ക് yield to call കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ലോവർ റേറ്റ് പ്ലസ് present value at lower rate minus market price divided by present value at lower rate minus present value at high rate into high rate minus lower rate. ഓക്കെ, അപ്പോൾ നമുക്ക് ലോവർ റേറ്റ് എത്രയായിരുന്നു? 14 ആയിരുന്നു. 14% ആയിരുന്നു ലോവർ റേറ്റ് പ്ലസ് പ്രസൻറ്റ് വാല്യൂ അറ്റ് ലോവർ റേറ്റ്. പ്രസൻറ്റ് വാല്യൂ എത്രയാണ്? ഇൻട്രിൻസിക് വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത് ലോവർ റേറ്റിൽ? 107.274 മൈനസ് മാർക്കറ്റ് പ്രൈസ് 105 അല്ലേ, ഡിവൈഡഡ് ബൈ present value at lower rate 107.274 minus present value at higher rate കിട്ടിയ present value എത്രയാണ്? 103.61 അല്ലേ, ഇൻറ്റു higher rate എത്രയാണ്? higher rate 15%, 15 minus 40 അല്ലേ, lower rate 40. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുന്ന സമയം എത്രയാണ് കിട്ടുന്നത്? 14.620 എന്ന് കിട്ടും. 14. സോറി, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചേഞ്ച് ആവുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം 14 പ്ലസ് 107.274 മൈനസ് 105 ഡിവൈഡഡ് ബൈ 107.274 മൈനസ് 103.61 ഇൻറ്റു 15 മൈനസ് 14 ദാറ്റ് ഈസ് 1. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് that is 14 plus 2.274 divided by 3.664 ആണ്. ഓക്കെ, അത് നമ്മൾ ഒന്നും കൂടി കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 14.620. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ചും ഒന്ന് മനസ്സിരുത്തി ഒന്നും കൂടി പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലി കോൺടാക്ട് മീ ഓൺ മൈ വാട്സപ്പ് നമ്പർ. താങ്ക് യു.